മേരി ഒരു സ്കൂൾ ടീച്ചറാണ്. ദിവസം മുഴുവൻ കുട്ടികളെ പഠിപ്പിച്ച് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ ജോലിയും അതുപോലെ തന്നെ കുടുംബത്തിലെ ജോലിയും എല്ലാം ചെയ്ത് അവൾ വളരെ മാനസികമായും ശാരീരികമായും വളരെ ക്ഷീണാവസ്ഥയിലാണ് നമ്മുടെ മേരി ടീച്ചർ ഇന്ന് ആയിരിക്കുന്നത്. അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് സമയം കിട്ടാറില്ല. വിശ്രമത്തിന് അല്പം പോലും സമയമില്ല. ഇരിക്കുമ്പോൾ ആ ടീച്ചർ ഒരു കാര്യം ചെയ്തു. അതായത് തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് തന്നിങ്ങനെ പറഞ്ഞു, ഇന്ന് നമുക്കൊരു ചെറിയ ചർച്ചാ ക്ലാസ് ഉണ്ട്. ആ ചർച്ചാ ക്ലാസ്സിൽ എടുക്കുന്ന വിഷയം എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. അഥവാ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ളതായ പ്രയോജനം എന്താണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചാ ക്ലാസ് ആണെന്ന് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. കുട്ടികൾക്കെല്ലാം വളരെ ഉത്സാഹമായി. ചർച്ചാ ക്ലാസ്സിന്റെ സമയമായി. ആ സമയത്ത് കുട്ടികളെല്ലാവരും എഴുന്നേരുന്നു. ഉടനെ ടീച്ചർ പറഞ്ഞു, അതായത് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഓരോരുത്തർ എഴുന്നേറ്റ് അവർക്ക് അറിയാവുന്ന രീതിയിലുള്ളതായ കാര്യങ്ങൾ അവരെല്ലാം പങ്കുവച്ചു. എന്നാൽ അലീന എന്ന് പറയുന്ന ഒരു കുട്ടി പ്രകാരം പറഞ്ഞു, മാഡം, ഞാൻ പലപ്പോഴും മാനസികമായും ശാരീരികമായൊക്കെ ക്ഷീണം അനുഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത വീർപ്പ് മുട്ടുന്ന പല സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം ഞാൻ വൈകിട്ട് ബൈബിൾ എടുത്ത് വായിച്ച് ഞാൻ അതിനുശേഷം പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് വളരെ ആശ്വാസവും സമാധാനവും ലഭിക്കുന്നു. അതുകൊണ്ട് ഞാനത് ദിനം പ്രതി എല്ലാ സന്ധ്യാവേളയിലും ഞാനത് നടത്തുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ടീച്ചറിന് ഒരു പ്രത്യേക ഒരു അനുഭൂതി തൻ്റെ മനസ്സിൽ ഉണ്ടാകുവാനായിരുന്നു. അലീനയുടെ വാക്കുകൾ മേരി ടീച്ചറിൽ ഒരു ചലനം സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടീച്ചർ അന്ന് ജോലി കഴിഞ്ഞ് വേഗം വീട്ടിലെത്തി ചെന്ന് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം വാതിലടച്ച് അത് ഇന്ന് താൻ തൻ്റെ ബൈബിൾ എടുത്ത് അതിനകത്തുനിന്ന് അലീന പറഞ്ഞതായ അതേ വാക്യം 141 സങ്കീർത്തനം അതിൻ്റെ 2ാമത്തെ വാക്യം എടുത്ത് വായിച്ചു. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. തുടർന്ന് കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി ടീച്ചർ ശക്തമായി പ്രാർത്ഥിച്ചു. തനിക്കറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രീതിയിൽ താൻ പ്രാർത്ഥിച്ചു. തൻ്റെ മാനസിക ഭാരങ്ങളും പ്രയാസങ്ങളും തൻ്റെ തൊഴിലുണ്ടാകുന്ന വിഷയങ്ങളും ശാരീരികമായിട്ടുള്ളതായ പ്രതിസന്ധികൾ, ഈ കാര്യങ്ങളെല്ലാം താൻ ദൈവസന്നിധിയിൽ നിരത്തി വെച്ചു. ഇത് എന്തെന്നില്ലാത്ത ഒരു വലിയ സമാധാനം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിട്ടാണ്. അന്നു മുതൽ എല്ലാ ദിവസവും നേരത്തെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ വീട്ടിലെ പണികളെല്ലാം പെട്ടെന്ന് തീർത്ത് ഇതുപോലെ തന്നെ ദൈവവചനം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ടീച്ചറിന് ഇപ്പോൾ എല്ലാവിധത്തിലും സമാധാനമുണ്ട്. തൻ്റെ ജോലിയിലാണെങ്കിലും ഒരു പ്രത്യേകത തനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആത്മീയമായും മാനസികമായും ശാരീരികമായും ഭാരം അനുഭവിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും ഇതിനെല്ലാം പരിഹാരമുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക.